നോമ്പൊക്കെ തുറന്നിട്ടുള്ള രാത്രി ഭക്ഷണം, അതായത് നമ്മുടെ ഡിന്നർ, അത് കഴിക്കാണ്ട് ഉറങ്ങാൻ പറ്റും. ഇതിപ്പോ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഞാൻ തന്നെ കണ്ട് ആനന്ദം കൊള്ളുക. നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കുള്ള ഫുഡ് അടിയിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു വാങ്ങിപ്പിച്ച കേട്ടോ പൊറോട്ടയും ബീഫും അല്ല, പൊറോട്ട മാത്രം. ബീഫ് അമ്മ ഉണ്ടാക്കിയതാട്ടോ. പൊറോട്ട ഒരു ചെറിയ പീസ് എടുത്ത് കുഴഞ്ഞിരിക്കുന്ന ബീഫ് കറിയിലേക്ക് പൊതിഞ്ഞിങ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പീസ് ബീഫും കൂടെ എടുത്ത് വായിലേക്ക് വെക്കണം. എന്റെ മക്കളെ അപാര ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരിക്കും. ഞാൻ അത്ര വലിയ പൊറോട്ട ഫാൻ ഒന്നും അല്ല. പൊറോട്ട ഫാൻ ഒക്കെ ആയിട്ടുള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മളും അങ്ങനെ ആയി. പിന്നെ ഞാനൊരു ഇടിയപ്പവും കൂടെ എടുത്തേ. ഇടിയപ്പത്തിന് നൂൽപുട്ട് എന്നൊരു പേരുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എല്ലാം സെയിം പ്രോസസ് ആണ്, ഒന്നുമില്ല. ഇടിയപ്പത്തിന് കുറച്ചിങ്ങോട്ട് എടുക്കുക, കുഴഞ്ഞ കറിയിലേക്ക് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാട്ടോ. ചെറിയൊരു ബീഫും കൂടെ എടുത്ത് വായിലേക്ക് വെക്കണം മക്കളെ, ശരിക്കും സ്വർഗ്ഗമാട്ടോ. ഇപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്കിത് കഴിക്കാൻ കൊതിയായിട്ട് വയ്യാട്ടോ. ഇത്രയും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ മനസ്സിനൊരു സംതൃപ്തിയായത്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുന്നതിൽ നല്ല ഭാഗ്യമൊന്നും വേറെ ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചൂടോട് ഒരു ചായയും കൂടെ കുടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഇത് കംപ്ലീറ്റ് ആവും കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനം മേടിക്കാനായിട്ട് പുറത്തേക്ക് പോകണം. അതിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. അമ്മ കയറി സാധനം വാങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നേ. അപ്പൊ ഇത്ര